സഹോദരി സഹോദരന്മാരെ, ഞാൻ പെട്ടെന്ന് അടുത്ത 10 നിമിഷത്തിനുള്ളിൽ 5 നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. നിത്യജീവനെ പറ്റി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. നിത്യജീവനെ പറ്റി യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഉദാത്തമായ ഒരു ഉന്നതമാണ് ഈ 2 സ്ഥലത്തും നിത്യജീവൻ. നമ്മൾ ആദ്യമേ ചിന്തിച്ചു, ക്രൈസ്തവ വിശ്വാസപ്രകാരം പുരുഷൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയുള്ള സ്നേഹമാണ്? അഗാപ്പെ സ്നേഹമാണ്. ഈ അഗാപ്പെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിലേക്ക് നമ്മൾ പോകുന്നതാണ്. നമ്മളുടെ പിതാവായ സ്വർഗത്തിലെ ദൈവത്തോടുകൂടെ അവൻ എൻ്റെ മകനായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ സ്ത്രീ പുരുഷന്മാരെല്ലാവരും അഗാപ്പെ സ്നേഹത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് പോകുകയാണ്. അതാണ് നമ്മുടെ നിത്യജീവൻ. അതാണ്. എന്നാൽ ഖുറാനിലെ നിത്യജീവൻ എന്താണെന്നറിയാമോ? ഇവിടുത്തെ ഈ ലൈംഗികതയല്ലേ സ്ത്രീയെ സെക്സ് ഉപകരണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന, അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് ഖുറാനിലെ നിത്യജീവൻ. സൂറ 44:54 നിത്യജീവനെ പറ്റി പറഞ്ഞിരിക്കുന്ന, അങ്ങനെയാകുന്നു അവരുടെ അവസ്ഥ. വിശാലമായ നേത്രങ്ങളുള്ള വെളുത്ത സ്ത്രീകളെ അവർക്കിണയായി നൽകുകയും ചെയ്യും. കറുത്ത സ്ത്രീകളാണെങ്കിൽ എന്താ കുഴപ്പമുണ്ടോ? അള്ളാഹു വെളുത്ത സ്ത്രീകളെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് മാത്രമല്ല, ഇത് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ഇതിന് ക്ഷമ ചോദിക്കത്തില്ല, കാരണം അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. സൂറ 72:33-34 പറയുന്നത്, അതായത് സ്വർഗത്തിലെ തോട്ടങ്ങളും മുന്തിരികളും തുടുത്ത മാർവിടമുള്ള സമപ്രായക്കാരായ തരുണികളും. നിങ്ങളിത് ചിന്തിക്കണം. ഇത് നമ്മൾ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവരുടെ ഈ ജീവിത സങ്കല്പം, ദാമ്പത്തിക ജീവിത സങ്കല്പം എപ്രകാരം ഭൂമിയിലായിരുന്നുവോ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് സ്വർഗമെന്ന് പറയുന്നത്. അവിടെ അള്ളാഹുവിനെ ഒന്നും വേണ്ട, ഇവരാണ് സ്വർഗത്തിലുള്ളത്. സഹീഹ് അൽ ബുഖാരി വോളിയം 4 ബുക്ക് 55 ഹദീസ് നമ്പർ 544 നമുക്കത് കാണാമെന്നതാണ്. ഖുറാനിലെ സൂറത്ത് 36:55 അൽ ജലാലിൻ്റെ തഫ്സീർ പ്രകാരം, വ്യാഖ്യാന ഗ്രന്ഥം പ്രകാരം ഇവരവിടെ എന്ത് തിരക്കിലായിരിക്കുമെന്നറിയാമോ? സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ മുസ്ലിങ്ങളുടെ തിരക്ക്, അവർ വളരെ ബിസിയാണ്, അവിടെ തിരക്കിലാണ്, ഭയങ്കര തിരക്കിലാണ്. അത് ഞാനല്ല പറഞ്ഞേക്കുന്നത്, ബിസി എന്നുള്ള വാക്ക് അദ്ദേഹമാണ് എഴുതി വെച്ചേക്കുന്നത്. ബിസി ഡിലൈറ്റിംഗ് പ്ലഷേഴ്സ് ഇൻ ഡീഫ്ലവറിംഗ് വിർജിൻസ്. കന്യകമാരുമായിട്ട് ബന്ധപ്പെടാൻ അവർ ബിസിയാണ്. നിത്യജീവൻ മുഴുവൻ അവർ ബിസിയാണ്. എന്താ തിരക്കാ? പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിലും ലജ്ജാകരമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിഷ് ഓഫ് ട്രൂത്തോ സത്യസരണിയാണെങ്കിലും ഏതൊരു മുസ്ലിം സംഘടനയാണെങ്കിലും ഈ കാര്യത്തിൽ സംവാദം വരികയാണെങ്കിൽ ഞങ്ങൾ അവരുടെ മതപണ്ഡിതന്മാരുടെ 10 കെട്ട് പുസ്തകങ്ങൾ മുമ്പ് വെച്ച് ഇത് തെളിയിക്കും. തിരക്കാണ്. ഇതിൻ്റെ ഒരു ചെറിയ ദൃശ്യം ഞങ്ങൾ TNDJയിൽ അവതരിപ്പിച്ചതാണ്. ഖുറാനെ പറ്റി ഡിബേറ്റ് നടന്നപ്പം എൻ്റെ പ്രിയ സഹോദരൻ നരേൻ സാഹു ഇത് അഭിനയിച്ച് കാണിച്ചതാണ്. ഇവന്മാരെങ്ങനെയായിരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പം. നിങ്ങൾക്കത് കാണാവുന്നതാണ്. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്വർഗം ഇതല്ല. ഉൽപ്പാട് പുസ്തകം 21:3 കാണുന്നത്, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. തുടുത്ത മാർവിടമുള്ള വെളുത്ത സ്ത്രീകളല്ല, സാക്ഷാൽ പരമോന്നതനായ ദൈവത്തിൻ്റെ കൂടാരം നമ്മളോടുകൂടെയാണ്. അവിടെ അവർ പറയുന്നത്, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവമേ എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ നിത്യത മുഴുവൻ നമ്മൾ ബിസിയായിരിക്കും. നമ്മളും ബിസിയാ. നമ്മുടെ ദൈവത്തിൻ്റെ പവിത്രപാവനമായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മളും ബിസിയാ. വെളിപ്പാട് പുസ്തകം 21:7 പറയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി കൊടുക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എത്ര സൗഭാഗ്യകരമായ ഒരവസ്ഥ! ദൈവത്തിൻ്റെ മക്കളായിട്ട് ആ സ്നേഹ വലയത്തിൽ, ആ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ വലയത്തിൽ നമ്മളുമായിരിക്കും പ്രിയ സ്നേഹിതരെ ഈ നിത്യജീവൻ മുഴുവൻ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് 1 യോഹന്നാനിൽ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ,
നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് നാം ഇന്നേരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ താൻ ഇരിക്കും പോലെ തന്നെ നാം കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. നമ്മൾ അവനോട് സദൃശ്യന്മാരായി, അവൻ്റെ മക്കളായി, അവൻ്റെ അഗാപ്പെ സ്നേഹത്തിൽ നിത്യത മുഴുവൻ നമ്മുടെ തിരക്കിലായിരിക്കും. ഈ ഒരു സ്നേഹം വേണമെങ്കിൽ, ഈ ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. എൻ്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ആ സ്വർഗമാണോ വേണ്ടത്, അതോ ഈ സ്വർഗമാണോ വേണ്ടത്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വർഗമാണ് വേണമെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം. പുത്രനിൽ വിശ്വസിക്കാതെ പുത്രത്വം ഇല്ല. തെരുവിൽ കൂടെ നടന്നിട്ട് നമ്മൾ നീതി പ്രവൃത്തി ചെയ്താൽ വീട്ടിലെ പുത്രനാവോ? ആകാനൊക്കത്തില്ല. നല്ല പയ്യനായിരിക്കും, പക്ഷെ പുത്രനാകണമെങ്കിൽ ഏറ്റെടുക്കണം. ഒന്നെങ്കിൽ ദത്തെടുക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ജനിക്കണം, അല്ലാതെ പുത്രൻ ആകാൻ കഴിയത്തില്ല. നിത്യപുത്രനിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് വരുവാൻ നിങ്ങൾക്ക് അസാധ്യം. അതുകൊണ്ട് എൻ്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന എല്ലാ ക്രൈസ്തവരുമേ, എന്നെ കേൾക്കുന്ന നാമോദയ ക്രൈസ്തവരെ, ഇതുവരെ ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരെ, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ മകനായി തീരുവാൻ നിത്യപുത്രനായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. മറ്റൊരുത്തനും രക്ഷയില്ല.